ഗോവിന്ദചാമിയെ ജയിൽ ചാടാൻ തീരുമാനിച്ച വിവരം സഹതടവുകാരന് അറിയാമായിരുന്നുവെന്ന് മൊഴി. തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനാണ് മൊഴി നൽകിയത്. ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ആഴ്ചകളായെന്നും സഹതടവുകാരനും ജയിൽ ചാടാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നുമാണ് മൊഴി വന്നിരിക്കുന്നത്. അതേസമയം ജയിൽ ചാട്ടം തനിച്ചു നടപ്പാക്കിയതെന്ന് ഗോവിന്ദചാമിയുടെ പ്രാഥമിക മൊഴിയുണ്ട്. ACP ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്യൽ റൂമിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി അനിൽക ചെയ്തു ചേരുകയാണ്. അനിൽക, ഈ പറഞ്ഞിരിക്കുന്ന പോലെ പ്രാഥമികമായ മൊഴിയിൽ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല, താൻ തനിച്ചാണ് ഇതൊക്കെ നടപ്പാക്കിയതെന്നുള്ള മൊഴിയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്? ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിൽ എത്തിച്ചേർന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സംഗീത, നിലവിൽ ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ CPDയും അതോടൊപ്പം തന്നെ നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം വീണ്ടും അതായത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഗോവിന്ദചാമിയെ കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുമായി ഇവിടെ നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജും അതോടൊപ്പം തന്നെ ACPയുടെ സാന്നിധ്യത്തിലാണ് ഗോവിന്ദചാമിയെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് തടവ് ചാടാൻ തീരുമാനിച്ച വിവരം സഹ തടവുകാരന് അറിയാമായിരുന്നെന്നാണ് നിലവിൽ ഈ ചോദ്യം ചെയ്യലിൽ പോലീസിന് കൊടുത്ത മൊഴിയെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മൊഴി നൽകിയിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സഹ തടവുകാരനുമാണ്. ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ആഴ്ചകളായും എന്നും പറയുന്നുണ്ട്. കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരമൊരു ശ്രമം നടത്തുന്ന സമയത്ത് അതെന്തായാലും ഒരൊറ്റക്ക് സ്റ്റേ ചെയ്യുന്നതിലൊക്കെ തന്നെ പോലീസ് ആ ഘട്ടത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ഗോവിന്ദചാമിക്ക് എങ്ങനെയാണ് ജയിലിലെ സെല്ലിന്റെ കമ്പി മുറിക്കാൻ കഴിഞ്ഞത്, അതോടൊപ്പം തന്നെ ഇത് മുറിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്ലേഡ് എങ്ങനെയാണ് ഗോവിന്ദചാമിയുടെ കയ്യിലെത്തിയത് കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയൊന്നും പോലീസ് വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ നിലവിൽ ചോദ്യം ചെയ്യൽ ഇവിടെ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പോലീസ് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഈ ഗോവിന്ദചാമി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടുള്ള. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗോവിന്ദചാമി ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ മുമ്പേ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലെ തന്നെ ഒരു അന്തേവാസി അല്ലെങ്കിൽ മറ്റു സെല്ലിലുള്ള അന്തേവാസിക്ക് ആണ് ഇത്തരത്തിൽ ബ്ലേഡ് നൽകിയതെന്ന കാര്യം കൂടി പത്രത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതൊരു പ്രാഥമികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ നമുക്ക് ചില ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കാൻ ഗോവിന്ദചാമിക്ക് എങ്ങനെ സാധിച്ചു എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നിലവിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ACPയുടെ സാന്നിധ്യത്തിൽ പുരോഗമിക്കുകയാണ്. സംഗീത, അനിൽക, ഈ ചോദ്യം ചെയ്യൽ എത്ര സമയം വരെ നീളുമെന്ന ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇതിനുശേഷം ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഗോവിന്ദചാമി എങ്ങോട്ടേക്കായിരിക്കും മാറ്റുന്നതടക്കമുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ടോ? സംഗീത, നിലവിൽ 4 മണിയോട് കൂടിയിട്ട് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മണിയോടെ തന്നെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിക്കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജില്ലാ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കമ്പി, അതായത് ജയിലിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ബ്ലേഡ് എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് എത്തിയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം പുറത്തുനിന്ന് ലഭിച്ചതുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാര്യം ഈ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ വ്യക്തമാക്കേണ്ടത്. അത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 4 മണിയോട് കൂടിയിട്ട് തന്നെ ഗോവിന്ദചാമിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് ജില്ലാ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി അനിൽക, കൂടുതൽ അപ്ഡേഷൻസ് വരുന്ന മുറയ്ക്ക് അനിൽക്കയിലേക്ക് വീണ്ടും എത്തിച്ചേരാം.